ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കോട്ടയത്ത് എവിടെയൊക്കെ പോവാണ് ഗൈസ്. പ്ലാൻ എന്ന് വെച്ചാൽ കുറേ സ്ഥലത്ത് കവർ ചെയ്ത് കോട്ടയം ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോകാനാണ് പ്ലാന്. കൂട്ടുകാരന്മാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. എന്നെ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അവിടെ പോവാം. അമ്മാരെടുത്തോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തീരുമാനിക്കാം എങ്ങോട്ടാണ് പോകുന്നത്. എനിക്കിത് ഇതുമായിട്ട് അറിയത്തില്ല എങ്ങോട്ടാണ് പോകുന്നത്. രാവിലെ എണീച്ച് ഇറങ്ങിയേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യം പോയിട്ട് ഒരു ചായ കുടിക്കാം. അവിടുന്ന് പ്ലാൻ ചെയ്യണം എങ്ങോട്ടാണ് ആദ്യം പോകുന്നത്. എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എങ്ങോട്ടാണ് പോകുന്നത്. കോട്ടയം അത് മാത്രം അറിയാം. അപ്പോൾ ചായ കുടിക്കുന്നതാണ്. എങ്ങോട്ടാ ബസ് എല്ലാവർക്കും. അപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. മുള്ളാൻ വേണ്ടി വണ്ടി ഉണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് സ്പോട്ട് കൊളാനി ഹിൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. അവിടുന്ന് വേറെ സ്പോട്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും അവിടെ എല്ലാവരും ഇവിടെ ഉണ്ട്. കുറച്ച് നേരം കയ്യൊക്കെ ചേർന്ന് ഇറക്കുന്നു. 2 മണിക്കൂറായിട്ട് സ്റ്റിൽ 2 മണിക്കൂറായിട്ട് സ്റ്റിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കണം. എന്തുകൊണ്ട് കയ്യൊക്കെ കുറച്ച് നമുക്ക് ബാക്കി സ്പോട്ടിലോട്ട് പോവാം. 45-46 കിലോമീറ്റർ ബാലൻസ് ഉണ്ട്. അങ്ങോട്ട് പോകണം. നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്താ മുന്നിലാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ രീതിയിൽ പാലം ഉണ്ടായിരുന്നു. സോ അവിടുത്തെ കാഴ്ചയാണിത്. ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റി എന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമാണ്. നല്ല രസമുണ്ട്. പിന്നെ മെയിൻ സ്പോട്ടിലോട്ട് പോകുന്നേ ഉള്ളൂ. ഇനി കുറച്ച് ദൂരം കൂടെ എത്താനുണ്ട്. ഇതാണ് സംഭവം. നമുക്കിനി കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പോട്ടല്ലേ? അത്യാവശ്യം നല്ല സ്പോട്ടാണ്. എന്തായാലും ബാക്കി കാണാം. ഇവിടെ ഒരു സ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വഴി വന്നിരിക്കുന്നത്. നൈസായിട്ട് ചാടി ഇറങ്ങിയില്ലെങ്കിൽ താഴെ ഇറങ്ങും. പക്ഷെ അധികം വെള്ളമില്ല കേട്ടോ. അധികം വെള്ളമില്ല. ഇതാണ് സ്പോട്ട്. എവിടെ സ്ഥലം കാണണ? നീ മുന്നിലവ് എന്ന് പറയുന്ന സ്ഥലമാണ് കഴിച്ചത്. മുന്നിലവ് പെരുന്ന വഴിക്ക് ഇങ്ങനെ മുന്നിലവ് പാലം കഴിഞ്ഞിട്ട് പെരുന്ന വഴിക്കാണ് ഈ സ്പോട്ട് ഇടുന്നത്. കിടില സ്ഥലം. ചുമ്മാ രാത്രിയിലൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്. അല്ല കഴിച്ച് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇവിടെ പറയാൻ പോവാണ്. നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്തു. നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ കാലം നീട്ടിയിരുന്ന് ഇരിക്കാനൊക്കെ നല്ല രസമാണ്. എന്നാലും നമുക്ക് അടുത്ത സ്പോട്ടിൽ പെട്ടെന്ന് എത്തണം. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതുവരെ വരുന്നെങ്കിൽ നമ്മളിവിടെ ഒന്ന് നോക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ വിടുവാണ്. കാരണം അടുത്ത സ്പോട്ട് ഉണ്ട്. കുറേ സ്പോട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോകണം. അപ്പോൾ എന്തായാലും നോക്കാം. ഇനി വലിഞ്ഞു കയറണം. വീഴുന്നതായിരിക്കും. അണ്ണാൻ്റെ വീട്ടിൽ കയറി. വീട്ടിലല്ല, സ്പോട്ടിൽ ഇല്ലാത്ത സാധനം കണ്ടുകൊണ്ട് വന്നതാണ്. പക്ഷെ നല്ല രുചി ഉണ്ടല്ലേ? അങ്ങനല്ലടാ, ചിലതൊക്കെ ഉണ്ട്. നല്ല മധുരം. ഇത് നല്ല മധുരം. അപ്പം ഇത് സാധനം കൊള്ളാം. ഓക്കെ, നമ്മൾ വരുന്ന വഴിക്ക് എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്. എങ്ങോട്ടാന്ന് പോലും അറിയാതെ വന്നെത്തിയതാണ്. നമ്മൾ ഫൈനലി ഇവിടെ. അങ്ങനെ നമ്മൾ ഫൈനലി എത്താറായി. എടാ ബായ് ഒന്നും കൊണ്ടുപോയി അത് നോക്കാം. ഇതാണ് സ്പോട്ട്. കേസ് എന്തായാലും വന്നതല്ലേ, നമ്മൾ ഇതിന്റെ മണ്ടയ്ക്ക് എന്തായാലും ഞാൻ കയറാന്ന് വെച്ചു. രണ്ടാമത് താഴേക്കാണ്. നീ ആണ ഒരുത്തൻ താഴേക്കാണ്. ഞാൻ എന്തായാലും കയറാന്ന് വെച്ചു. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതോ ഇട്ടോ മല കയറുന്നത് മാത്രമാണ്. പക്ഷേ ഈ സ്പോട്ട് ഉള്ളു കാണിച്ചാട്ടെ. എന്റെ മോനെ ഞാൻ കയറി കഴിച്ചു. അവർ താഴെ വയ്ക്കുക. എനിക്ക് ഭയങ്കര ട്രക്കിങ് മല കയറുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കയറി. പിന്നെയും കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ കയറുന്നതിൻ്റെ മെയിൻ റീസൺ ഒന്ന് എൻ്റെ സ്പോർട്സ് ഷൂ ആണ്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എന്റെ മോനെ ഒരു കാര്യം കാണിച്ചേ. ചേച്ചി ഇവിടെ നിന്ന് ഒറ്റ പോലും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ വീഡിയോ ആരും ഇട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പറയാതിരിക്കാൻ വയ്യ. ഒരു രക്ഷയില്ല പണ്ടേക്കിത്. സീരിയസ്ലി ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യാം.
ഇല്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല. വീട്ടിൽ നല്ല എതിർപ്പുണ്ടായിരുന്നു പോകാൻ വേണ്ടി. പക്ഷേ ചെറിയ രീതിയിൽ വഴക്കിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ സന്തോഷം. ഇങ്ങനെ സന്തോഷിച്ചില്ലേ പിന്നെ എങ്ങനെ സന്തോഷിക്കാനാ? സീരിയസ്ലി മാക്സിമം എൻജോയ് ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യുക. സമയം വരത്തില്ല, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, നിർത്തി വെക്കാൻ പറ്റില്ല. സോ ചെയ്യുക, കണ്ണും കൂടി ചെയ്യുക. നമുക്ക് ഇനിയും കുറച്ചുകൂടെ ടോപ്പിക് കയറാനുണ്ട്. കയറാൻ പറ്റും നോക്കാം. താഴെ പോയി. എന്റെ ഈ സ്പോർട്സ് ഷൂവിന്റെ പേരത്തിനാണ് സത്യം പറഞ്ഞ. ഇത് കണ്ടോ? ഒറ്റ മനുഷ്യരില്ല, സ്വസ്ഥം, സമാധാനം. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു പ്ലേസിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതിന്റെ സന്തോഷമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. Oh my god, what the fuck bro? ഇതൊന്നും കാണാൻ ചത്തിരുന്നെങ്കിൽ ചത്തുപോയനെ ഗൈസ്. എവിടെയിലേക്ക് പോ. അപ്പോൾ oh my guys, ഇതൊക്കെ ഏത് സ്ഥലമാണ്? ആർക്കും അറിയത്തില്ലെടുന്നു. Oh my god guys, ഞാൻ ഇത്രയും ദൂരം കയറി ഗൈസ്. അതായത് കാണിച്ചാലാ, ഞാൻ ആ നിൽക്കുന്ന അവിടുന്ന്, അതായത് ആ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടുന്ന് ഞാൻ ഇവിടെ എത്തി. ഇവിടുന്ന് ആ മല കയറാന്നുണ്ട് ഗൈസ്, ബാഹുബലി പോലെ. അയ്യോ പെട്ടെന്ന് പോയി ഗൈസ്. ഓരോരുത്തർ വന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. ചൂടിനെയാണ് നല്ലത് ഗൈസ്. അതാണ്ട് ഓരോരുത്തർ വന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. സ്പോർട്സ് ഷൂ മുത്താണ് ഗൈസ്. സീരിയസ്ലി എൻ്റെ ഈ ഷൂ ആണ് ഞാൻ കയറിക്കൊണ്ട് വന്നത്. സീരിയസ്ലി കിടിലം ഗ്രിപ്പാണ് ഗൈസ്, കിടിലം ഗ്രിപ്പ്. ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറാനുള്ള പ്ലാനാണ് ഗൈസ്. ഗൈസ് അടുത്ത നമ്മൾ കയറാൻ പോകുന്നത്, നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഈ ഒരു സ്പോട്ടിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. നല്ല ദൂരമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് അവിടോട്ട് പോകണം. ഞാൻ നോക്കാം. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് അമ്മ താഴെ നിൽക്കുക, അവരുടെ ഇരിക്കുന്നിടത്താണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ ഇതിൻ്റെ മേലോട്ട് കയറാൻ ഒരു പിടുത്തമൊന്നും കിട്ടുന്നില്ല. വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കാണിക്കുന്ന സ്പോട്ടിലോട്ട് എത്താൻ ഇച്ചിരി പാടായിരിക്കും. എന്തായാലും നോക്കാം. കുഴഞ്ഞ് മണ്ടയ്ക്ക് കയറാൻ പറ്റില്ല ഗൈസ്. പകുതി വെച്ച് കോപ്പ് ചെയ്ത് കൈയൊക്കെ സീനായി. ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളാണ്ട് ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൈവറ്റ് നാച്ചുറൽ പൂൾ എന്ന് പറയാം. നമ്മൾ ഇന്ന് കുറച്ച് നേരം ഇവിടെ കുളിച്ചിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഹലോ ഗൈസ്, നോക്കാം. 1 2 3. ഗൈസ് നമ്മൾ കുളിക്കാൻ പോവാണ്. എല്ലാ ഡ്രസ്സ് ഊരിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് അവിടെ ഗൈസ് എന്തായാലും നമുക്കിനി കുളിക്കാൻ പോവാം. ഗൈസ് നല്ല ടൈമിലുണ്ട്. കൈ മുറിഞ്ഞു എല്ലാവരും അവിടെ കുളിച്ചോണ്ടിരിക്കുകയാണ്. ഒന്നും പറയില്ല. നമ്മുടെ പ്രൈവറ്റ് നാച്ചുറൽ പൂള്. ഹലോ ഗൈസ്, നമ്മൾ വാട്ടർഫാളിൽ കുളിച്ച് ഒരു രക്ഷയില്ല. ആകെ കുറച്ച് സ്ഥലമേ ഉള്ളു, പക്ഷെ കിടിലാണ് ഗൈസ്. കൈ മൊത്തം പറ്റി, ഈ കയ്യില് അങ്ങനെ എല്ലായിടത്തും പരിക്കാണും. പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. വെറുതെ പോയി മലയിൽ പണ്ടൊക്കെ കയറിയതാണ്. പക്ഷെ ഇതാണ്